ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു കേക്ക് വിശേഷമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ മോളാണേ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് 17th ജനുവരിക്ക്. അപ്പോൾ അന്നേരം മോള് പറഞ്ഞ് അവൾ കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. സാധാരണ നമ്മളെ അമ്മമാർ നമ്മുടെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാവരും അല്ല എന്നാലും. പക്ഷേ അപ്പോൾ അവൾ പറഞ്ഞ് എല്ലാവർക്കിടെയും ബർത്ത്ഡേക്ക് ഉമ്മി കേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അപ്പോൾ ഇപ്രാവശ്യം ഉമ്മിയുടെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോള് തന്നെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന, ഏത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് 30 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതുപോലത്തെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം. 5ാം ക്ലാസ്സിൽ പഠിക്കണേ, അതായത് 10 വയസ്സുള്ള എൻ്റെ മോളാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി കേക്കാണെന്ന് കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലായിട്ട് മാറ്റാം. അപ്പോൾ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അതായത് അപ്പക്കാരം എന്നൊക്കെ പറയുന്നത് ബേക്കിംഗ് സോഡയാണ്, 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് പാലാണ് ചേർക്കണത്. ഒരു 3/4 കപ്പ് പാല് വേണ്ടി വരും കേട്ടോ ഇതിനകത്തേക്ക്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. വേണ്ട, നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടാക്കണത് ഞാൻ ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ചൊരു എണ്ണ തടവി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പഴയ പാൻ താഴ്ത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മേളിൽ ഈ ഒരു സോസ് പാൻ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ ഇത് കുക്കായി വരാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക, അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ 25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ആയതിന് ശേഷം ചൂടൊക്കെ ആറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ചൊരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. ഇതൊന്നും ഒന്നും ഒരു ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തപ്പോൾ അതിന് കൂടുതൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് മെൽറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് ഇത് മെൽറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിലിട്ടിട്ടു. അതുപോലെ തന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തു. അതൊക്കെ ഇരിക്കണമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്താട്ടോ, ഇത് ചെയ്തില്ലാന്നിരുത്തി ഒരു കുഴപ്പമില്ല. ഇനി ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മുടെ സാധനം എന്താ പറയുക, ഡയറി മിൽക്കോ അങ്ങനത്തെ എന്തെങ്കിലും ചോക്ലേറ്റ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് എത്ര കാണാൻ കേട്ടോ. അപ്പോൾ എൻ്റെ മോളുണ്ടാക്കി തന്ന കേക്ക് ആയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ബർത്ത്ഡേ ദിവസം ഏറ്റവും മനോഹരമാക്കി തന്നത് പൊന്നുകുട്ടി ഉണ്ടാക്കി തന്ന ഈ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.